അങ്ങനെ ഈ തണുത്ത വെളുപ്പാങ്കാലത്ത് നമ്മൾ കുത്തബ് മിനാർ കാണാൻ പോകാം കേട്ടോ. പതിവ് പോലെ നല്ല മൂടൽ മഞ്ഞാട്ടോ ഡൽഹിയിലൊക്കെ. സാധാരണ സമയത്തൊക്കെ നല്ല ഇത് പറയണ്ട, പക്ഷെ ഇപ്പൊ ഈ തണുപ്പ് കുറവ് ശരിയാണ്. ഡൽഹിയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫോഗ്, മൂടൽമഞ്ഞ് എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് സർവ്വസാധാരണമായ ഒരു കാര്യമാണ്. അതെല്ലാം തന്നെ അവരുടെ ജീവിതത്തിന്റെ ഭാഗമായി കഴിഞ്ഞു. തെക്ക് നിന്ന് ചെല്ലുന്ന ഒരു സഞ്ചാരിയെ സംബന്ധിച്ച് ആരായാലും അവിടെ ചെല്ലുമ്പോൾ ഇത് കാണുമ്പോൾ ഒരു അത്ഭുതം തോന്നും. കാരണം നമ്മൾ ഊട്ടിയിലോ കൊടൈക്കനാലോ അല്ലെങ്കിൽ മൂന്നാറോ ഒക്കെ ചെല്ലുമ്പോൾ ഉള്ള ഒരു ഫീലാണ് അവിടുത്തെ സിറ്റികളിലൊക്കെ. സിജ പറയായിരുന്നു സൂര്യനെ ഈ സമയത്തൊന്നും കാണാൻ പറ്റാറില്ല, ഇന്നെന്തോ സൂര്യൻ ഉദിക്കുന്നത് കാണാനൊക്കെ പറ്റുന്നുണ്ട്. അപ്പം ഇന്ന് പതിവിനേക്കാൾ മിസ്റ്റ് കുറവാട്ടോ, എന്നാലും നല്ല തണുപ്പുണ്ട് പുറത്ത്. പിന്നെ ഡൽഹിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് മെട്രോ ആശ്രയിച്ച് കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തേക്കും, എല്ലാ മോണുമെൻറ്റ്സിലേക്കും, എല്ലാ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്കും, പ്രധാനപ്പെട്ട സിറ്റികൾ എല്ലാ വശത്തേക്കും മെട്രോ ചെന്നെത്തിപ്പെടും. സുഖമായിട്ട് എല്ലാ സ്ഥലങ്ങളും കവർ ചെയ്യാനും പറ്റും. ട്രാഫിക്കോ കാര്യങ്ങളോ ഒന്നും നമ്മളെ വിഷയമാവാതെ നമുക്ക് ഡൽഹി കാണാനായിട്ട് മെട്രോ തന്നെയാണ് ബെറ്റർ കേട്ടോ. ഒരു ടാക്സി വിളിച്ച് കറങ്ങുന്നതിനേക്കാളും നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കും. പക്ഷെ ആ സ്ഥലത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ വേണം. നമ്മളിപ്പോൾ യൂട്യൂബും ഇൻ്റർനെറ്റും ഗൂഗിളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കൊരു സ്ഥലവും മിസ്സാവില്ല. എല്ലാം ഒന്ന് കുറച്ച് നമ്മളൊന്ന് കഷ്ടപ്പെട്ട ഈ ഗൈഡും വേണ്ട, അതുപോലെ ടാക്സിയും വേണ്ട, ഇത്രയും പൈസയാവില്ല. ഡൽഹി ഹൈവേ കൂടെ പോകുമ്പോൾ നമുക്ക് ഒരുപാട് ഫ്ലൈ ഓവറും മറ്റേ മെട്രോയ്ക്ക് വേണ്ടിയിട്ടുള്ള പില്ലേഴ്സ് എല്ലാ സംഭവം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, എപ്പോഴും വികസനം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ഡൽഹി. കുത്തബ് മിനാർ സ്ഥിതി ചെയ്യുന്നത് മെഹ്റോൾ എന്ന് പറഞ്ഞ ഒരു ഭാഗത്താണ് കേട്ടോ ഡൽഹിയിലെ. അത് ഇൻ്റർനാഷണൽ എയർപോർട്ടിനും അടുത്ത് തന്നെയാണ്, എയർപോർട്ടിൻ്റെ അടുത്ത ഭാഗത്തായിട്ട് തന്നെയാണ് ഈ കുത്തബ് മിനാർ ഇരിക്കുന്നത്. അങ്ങനെ ഒരുപാട് ദൂരം സഞ്ചരിച്ച് നമ്മൾ കുത്തബ് മിനാർ എത്തിയേക്കാം കേട്ടോ. ഹൈവേ തന്നെയാണ് കുത്തബ് മിനാർ. എടുക്കാൻ പറ്റത്തില്ല. ഈ ഓൺലൈനിൽ നോക്കി കാണാൻ പറ്റും ഇവിടുത്തെ തിരക്ക് എങ്ങനെയാണുള്ളത്. ഇതാട്ടോ കുത്തബ് മിനാർ. നമ്മൾ അതിരാവിലെ തന്നെ ഒന്ന് കുത്തബ് മിനാറാണ് വന്നേക്കാം കേട്ടോ. ദിസ് ഈസ് ദ ഹൈവേ. അവിടെ കാണുന്ന QR കോഡിൽ നമുക്ക് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ സൈറ്റിൽ പോയിട്ട് നമുക്ക് ടിക്കറ്റ് ഇൻ്റർനെറ്റിൽ ഈ ടിക്കറ്റായിട്ട് ബൈ ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് അവിടെ ചിൽഡ്രൻസ് ആയാലും അതെ. മോൻ്റെ കയ്യിലുള്ള ടോക്കൺ, ആ ടോക്കൺ മേടിച്ചോ? നിങ്ങൾക്ക് ഫ്രീ അതെ. അവിടെ ടിക്കറ്റ് കൗണ്ടറൊക്കെ എടുത്തിട്ട് നമ്മൾ സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണോ നമ്മളിതിൻ്റെ അകത്തേക്ക് കയറുന്നത്. ഇത് ശരിക്കും യുനെസ്കോ ഒരു ഹെറിറ്റേജ് ചാർട്ടിൽപ്പെട്ട ഹിസ്റ്റോറിക്കൽ ചാർട്ടിൽപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ് കുത്തബ് മിനാർ കേട്ടോ. നമ്മുടെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ അണ്ടറിൽ വരുന്ന ഒരു പുരാവസ്തു സംരക്ഷണത്തിൽ വരുന്ന ഒരു മോണുമെൻ്റ് കൂടിയാണ് കുത്തബ് മിനാർ. പണ്ട് ഇതിൽ കയറാൻ അനുഭവിക്കുകയായിരുന്നു, പക്ഷെ ഇപ്പം ഇല്ല. ഡൽഹി സുൽത്താനേറ്റുകളുടെ കാലത്ത് ഉണ്ടായിട്ടുള്ള ഒരു മോണുമെൻ്റാണ് കുത്തബ് മിനാർ. അന്ന് ഡൽഹി ഭരിച്ചിരുന്നത് പൃഥ്വിരാജ് ചൗഹാൻ എന്ന രജപുത്ര രാജവംശത്തിൽപ്പെട്ട രാജാവായിരുന്നു. അദ്ദേഹത്തിന് പരാജയപ്പെടുത്തിയതിനു ശേഷമാണ് അഫ്ഗാൻ ബേസ്ഡ് ആയിട്ടുള്ള ഗോറി സാമ്രാജ്യത്തിൻ്റെ പടനായകനായിട്ടുള്ള അവരുടെ കീഴിലുള്ള കുത്തബ്ദീൻ ഐബക്ക് എന്ന് പറഞ്ഞ ഒരു സുൽത്താനാണ് ഇവിടെ ഈ ഡൽഹി സുൽത്താനേറ്റുകളുടെ പാദമുദ്ര പതിച്ചതും. ഗോറി സാമ്രാജ്യത്തിൻ്റെ അടിമ രാജവംശത്തിൽപ്പെട്ട ഒരു വിഭാഗത്തിൽപ്പെട്ടാണ് നമ്മുടെ ബാഹുബലിയിലെ കട്ടപ്പയൊക്കെ പോലെ. നമ്മുടെ മഹിഴ്മതി സാമ്രാജ്യത്തിൻ്റെ അടിമയായിട്ടുള്ളോ നമ്മുടെ കട്ടപ്പ അതിലുള്ളത് എന്ന് പറഞ്ഞതുപോലെ ഗോറി സാമ്രാജ്യത്തിൻ്റെ സുൽത്താനേറ്റുകളുടെ ഒരു അടിമയായിട്ടാണ് കുത്തബ്ദീൻ ഐബക്ക് അറിയപ്പെടുന്നത്. ഡൽഹി എയർപോർട്ടിനോട് ചേർന്ന് തന്നെയാണ് കുത്തബ് മിനാർ. അതുകൊണ്ട് ഇങ്ങനെ വിമാനങ്ങൾ ഇങ്ങനെ പോകുന്നത് കാണാട്ടോ. ഈ മിനാരത്തിൻ്റെ ഇതൊരു വലിയൊരു കോംപ്ലക്സിലാണ് ഇരിക്കുന്നത്. അത് ശരിക്കും ഒരു ക്യാമ്പസാണ്. ആ ക്യാമ്പസിൽ ഒരുപാട് ഭാഗങ്ങൾ ഒരു ഹിന്ദു ക്ഷേത്രങ്ങളുടെ പില്ലറുകളൊക്കെ പോലെ ഇരിക്കുന്ന ഒരു കൊറിഡോറും ഭാഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ പറയപ്പെടുന്നത് അന്നത്തെ കാലത്ത് ഇവർ വന്ന് യുദ്ധം ചെയ്തിട്ട് പിടിച്ചെടുത്തിട്ടുള്ള അമ്പലങ്ങളുടെയൊക്കെ പില്ലറുകളും കാര്യങ്ങളും കൊണ്ടാണ്.
ഓ ഇവിടെ ദർഗ പോലെ സംഭവം ഉണ്ട് കേട്ടോ, പള്ളി പോലെ ദർഗ പോലെ. ഓ തത്തമ്മയും പ്രാവൊക്കെ ഇരിക്കണോക്കെ ഒരു മുകളില്. അല്ല കുത്തബ് മിനാർ ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഒരു വിജയസ്തംഭം തന്നെയായിട്ടാണ് ഈ സുൽത്താനേറ്റുകൾ ഇവിടെ ഈ കുത്തബ് മിനാർ നിർമ്മിക്കുന്നത്. അതിനു മുമ്പ് തന്നെ ഇവിടെ ഈ ചൗഹാൻ്റെ കാലത്തും അതുപോലെ അതിന് മുമ്പുള്ള രാജാക്കന്മാരുടെ കാലത്തുള്ള സ്ഥാപിച്ചിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാനും സാധിക്കും. ഇവിടെ ഒരു അയൺ പില്ലറൊക്കെ ഉണ്ട്, അതിൻ്റെയൊക്കെ ചരിത്രം പറയുന്നത് ആ രീതിയിലൊക്കെയാണ്. പിന്നെ ഇവിടെ ഒരു മോസ്ക് ഉണ്ട്. അപ്പോൾ ഈ മോസ്കിൽ ഇവിടെ ഒരു സൂഫി വര്യനുണ്ടായിരുന്നു, കുത്തബ്ദീൻ ബക്തിയാർ പാക്കി എന്ന് പറഞ്ഞിട്ട് ഒരു സൂഫി വര്യനുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ കുത്തബ്ദീൻ ഐബക്കാണ് ഈ മിനാരം പണിത്. അപ്പോൾ ആളുടെ പേരിലാണ് ഇത് പറയപ്പെടുമ്പോഴും കുത്തബ്ദീൻ ബക്തിയാർ പാക്കി എന്ന് പറഞ്ഞാൽ ആ സൂഫി വര്യനെ സ്മരിച്ചുകൊണ്ടാണ് ഈ മിനാരത്തിന് കുത്തബ് മിനാർ എന്ന് പേര് വരാൻ കാരണമെന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് വിശ്വസിക്കുന്നു. ഈ മിനാരത്തിൻ്റെ മുകളിലേക്ക് നമ്മളതിൻ്റെ പണി കണ്ടാൽ അറിയാം, ഇത് പല ഘട്ടങ്ങളായതുകൊണ്ട് ഒരു രാജാവ് തന്നെ അല്ലെങ്കിൽ ഒരു സുൽത്താൻ തന്നെ അല്ല പണി കഴിപ്പിച്ചത്. ഇതിൻ്റെ സ്ട്രക്ചറൊക്കെ മാറിയിട്ടുണ്ട്. ഇതിൻ്റെ 1, 2, 3 നിലയിലൊക്കെ ഏകദേശം ഒരേ രീതിയിലാണ് പോകുന്നത്. ഇൽത്തുമിഷിൻ്റെ കാലം വരെ ഒക്കെ ഒരേപോലെയാണ് പോകുന്നതെങ്കിലും അതിനുശേഷം ഗിൽജിയൊക്കെ വന്നപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ മാറി. പിന്നെ ബ്രിട്ടീഷുകാരാണ് തോന്നുന്നത് ഏറ്റവും ടോപ്പിലായിട്ടുള്ള സംഭവമൊക്കെ ചെയ്തത്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് പണ്ട് കാലത്തിൻ്റെ അകത്ത് മുകളിലേക്ക് കയറാൻ പറ്റുന്നത്. ഇതിൻ്റെ അകത്തുള്ള കോണി വളരെ ഇടുങ്ങിയതും പിന്നെ ഒറ്റ ഒരാൾക്ക് മാത്രം നടന്ന് കയറാവുന്ന രീതിയിലാണ്. അപ്പോൾ ഒരിക്കലും 1981 മറ്റൊരു 15 പേര് മരിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അത്രയും വലിയൊരു അപകടം ഇതിൻ്റെ അകത്ത് നടന്നിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ പെട്ടെന്ന് പവർ നഷ്ടപ്പെടുകയാതെ ഇരുട്ട് പ്രശ്നമായിട്ട് പെട്ടെന്ന് ആളുകൾ പേടിച്ച് ഇതിൻ്റെ സംഭവം പറഞ്ഞ സ്റ്റെപ്പിലൂടെ പെട്ടെന്ന് തിരക്കിന് ഇറങ്ങിയതിൻ്റെ ഇടയിൽ വീണ് ആളുകൾ മരിക്കാനിടയായി. അതിനുശേഷം അത് ആ ഒരു വാതിലടക്കുകയും പിന്നീട് അങ്ങോട്ട് അകത്തേക്ക് അങ്ങനെ കയറാൻ അതിരിക്കുകയും ചെയ്യാറുണ്ട്. അതുകൂടാതെ ഇതിൻ്റെ ഒരു പഴക്കവും ഇതിൻ്റെ ഒരു ബലക്ഷയവും ഒക്കെ ഇതിന് കാരണം കൂടിയാണ്. നിന്നോട് കാണാൻ ഇന്ത്യക്കാരെ കണ്ട് ഇഷ്ടപ്പെട്ടില്ല, അവരോട് വർണ്ണവിവേചനം അണ്ണാനും ഉണ്ടല്ലോ. ഇതിൻ്റെ വാസ്തുകല ഒരു രക്ഷയില്ല കേട്ടോ, ഗംഭീര വർക്കാണ് ഇതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ റെഡ് സ്റ്റോണിലാണ് ഇതിൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇഷ്ടികയുടെയൊക്കെ ഒരു മാതൃകയിൽ അതിന് ഏറ്റവും അതിൻ്റെ ഭംഗി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊരു കാലിയോഗ്രാഫി യൂസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ശില്പത്തിൽ കുറേ ഡിസൈൻസ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ എഴുത്തുകൾ അറബിക് ലിപികളിൽ അല്ലെങ്കിൽ അന്നത്തെ അവിടുത്തെ ലിപികളിലൊക്കെ ഇവിടെ കുറേ ഇത് ആലാപനം ചെയ്തിട്ടുണ്ട്. ആയത്തുകളും ഖുർആൻ ആയത്തുകളൊക്കെ ഇതിൽ ആലാപനം ചെയ്തിട്ടുണ്ട്. കുത്തബ്ദീൻ ഐബക് as a tower of victory attached to Islam mosque. Kutubuddin completed the first story while the second, third and fourth were അതൊക്കെ ഗംഭീരമായിട്ടാണ് ചെയ്തിട്ടുണ്ട്. അന്നത്തെ കാലത്ത് ഇത്രയും ടെക്നോളജി ഒന്നുമില്ലാത്ത കാലത്ത് അന്നത്തെ ശില്പികളുടെ ഒരു കഴിവ് വിളിച്ചു പോകുന്ന രീതിയിലാണ് കേട്ടോ ഇവിടുത്തെ ഈ ഇതുമ്പോൾ വർക്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. നടന്നു പോയിട്ട് ഇതല്ല അതിൻ്റെ സ്റ്റോണിലെന്തോ പ്രത്യേകതയുണ്ട്. ഇവിടെ മട്ടി പോലത്തെ കല്ലത് കറക്റ്റ് പണ്ട് ഫ്ലൈറ്റ് ഒരു അര മിനിറ്റ് ഗ്യാപ്പിൽ ഇങ്ങനെ ഫ്ലൈറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ രസകരമായ കാഴ്ച.
ഇഞ്ചുറി. ഇതിൻ്റെ ഈ ഇവിടെ ഒരു തകർക്കപ്പെട്ട ഒരു മോസ്കിൻ്റെ കുറേ ഭാഗങ്ങളുണ്ട് കേട്ടോ. അതൊക്കെ ഇപ്പോഴും തകർത്തെങ്കിൽ അതിൻ്റെ അവശിഷ്ടങ്ങൾ തന്നെ വലിയ ഒരു സംഭവമാണെന്നുള്ളതാണ്. അപ്പോൾ എത്രത്തോളം ബൃഹത്തായ ഒരു നിർമ്മിതിയാണ് ഇവിടെ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് കേട്ടോ ഇതിൽ നമ്മൾ കാണപ്പെട്ടത്. പല ഡൈനാസിറ്റികളും മാറി മാറി വന്നപ്പോൾ നശിപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ് ഇതൊക്കെ. ബ്രിട്ടീഷുകാർ ലാസ്റ്റ് വരുമ്പോഴാണ് ഇതിൻ്റെ കുറേ ഭാഗങ്ങൾക്ക് പിന്നെ നശിപ്പിക്കപ്പെടുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ 4-ാം നൂറ്റാണ്ടിലെ ഈ സ്ഥലം ഒരു പ്രശസ്തമായൊരു സ്ഥലം തന്നെയാണ്. കാരണം ഇവിടെ ചന്ദ്രഗുപ്ത മൗര്യൻ്റെ ഒരു അയൺ പില്ലർ നമുക്കിവിടെ കാണാം, ഒരു വിജയസ്തംഭം. ഈ വിജയസ്തംഭം ഇവിടെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇതെന്തുകൊണ്ടാണ് നശിപ്പിക്കപ്പെടാത്തതെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. പക്ഷേ ഇതിൻ്റെ ബാക്കി ഇത് മാത്രമായിരിക്കില്ലല്ലോ ഇവിടെ. അപ്പോൾ ഇത് ബാക്കിയുള്ളതൊക്കെ ഇവിടെ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നീട് വന്ന സുൽത്താനേറ്റുകൾ അവരുടെ വിജയഗാഥ വിളിച്ചു പോകുന്ന രീതിയിലുള്ള വിജയസ്തംഭങ്ങളാണ് ഇവിടെ നിർമ്മിച്ചത്. ആ വെല്ലാണ്, പക്ഷെ മൂടിപ്പോയി തോന്നി. അറേഞ്ച്മെന്റ്സ് അങ്ങനെയായിരിക്കും. ഓ ഡെറ്റിട്ട് കാണാം മറ്റേ അത് കിട്ടും. പക്ഷേ പൈസ എന്ത് ഇതെന്ത് സംഭവം? ഇത് ഭയങ്കര രസകര സംഭവം ഉണ്ടല്ലോ. അതല്ലേ, ഇങ്ങനെയാണോ ഇതിന്റെ കൺസ്ട്രക്ഷൻ, അല്ലെങ്കിൽ നശിച്ചാണോ? പക്ഷെ അതിന്റെ കറക്റ്റ് ഗ്യാപ്പിൽ ഇങ്ങനെ അടത്തി കളഞ്ഞാണോണ്ടാ. ഇവിടെ കുത്തബ് മിനാർ നമ്മളിവിടെ കാണുമ്പോൾ ഇതിന്റെ രസകരമായ വേറെ തൊട്ടപ്പുറത്ത് നമുക്കൊരു ബേസ് മാത്രമുള്ള ഒരു മിനാരത്തിന്റെ സംഭവം നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ അവിടേക്ക് പോകും. മറ്റേ ചെവി മാത്രം അടയ്ക്കുന്ന സാധനം മതിയായിരുന്നു. ഇത് അലൈ മിനാർ. ദി അൺഫിനിഷ്ഡ് മിനാർ ഈസ് നെയ്മഡ് ആഫ്റ്റർ അലാവുദ്ദീൻ ഖൽജിയ. അൺഫിനിഷ്ഡ് ഇത് ഇങ്ങനെ ഉണ്ടാക്കിയാണ്. Unfinished. Who had built the size of had started. അതായത് ഇത് പണി പകുതി എപ്പോഴും വിളിക്കുമെന്ന് ഇത് വേണ്ട വേറെ അടുത്തേക്ക് നമുക്ക് പോയി. അതാണ് ഇത് പകുതിയിൽ നിന്ന്. സെറ്റ് ഓ ഹേനാ. वो एलिफेंट नहीं पकड़ सकते. हाँ ഓ അപ്പോൾ ആവ് ലാൻഡ് ചെയ്ത് നോക്കി. അവിടെ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അലാവുദ്ദീൻ ഖിൽജി ശരിക്കും കുത്തബ് മിനാറിന്റെ 2 ഇരട്ടിയുള്ള ഒരു മിനാരം പണിയാനായിട്ട് പണി തുടങ്ങിയതാണ്. പക്ഷെ അതിന്റെ 1-ാം നിലയുടെ പകുതി ഒരു സ്ട്രക്ചർ ആയപ്പോഴേക്കും ഖിൽജിയുടെ മരണം സംഭവിക്കും. നല്ല ഹൈറ്റിലാണ് എൻട്രൻസ്. ഓ ഇതിന്റെ ഉള്ളിൽ വേറെ സംഭവം ഉണ്ട്. അതിൻ്റെ ഡബിൾ സൈസിലുള്ളൊരു മിനാരം ഉണ്ടാക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്താണ്. അതിൻ്റെ ബേസ് ചെയ്തപ്പോഴേക്കും അതിൻ്റെ പണി ഇത്ര ആയപ്പോഴേക്കും ആള് മരണപ്പെട്ടു. അതുകൊണ്ടാണ്, അതല്ലെങ്കിൽ ഈ കുത്തബ് മിനാറിനേക്കാളും ഡബിൾ സൈസിൽ വേറൊരു മിനാരം ഇവിടെ പൊങ്ങിയേനെ. അതിനുശേഷം വന്ന സുൽത്താൻമാരൊന്നും
അത്ര പവർഫുൾ അല്ലായിരുന്നു. പിന്നെ മുഗൾ സാമ്രാജ്യം വരുമ്പോഴാണ് പിന്നെ ഇവിടെ നല്ലൊരു മുസ്ലിം ഡൈനാസിറ്റി വീണ്ടും വരുന്നത്. അപ്പോൾ ആ ഖിൽജിയുടെ പിന്നീട് വന്ന ആൾക്കാരത്ര ശക്തരല്ലാത്തതുകൊണ്ട് അതിൻ്റെ പണികളൊന്നും പൂർത്തീകരിക്കാതെ ഇരിക്കുകയും ചെയ്തുകൊണ്ടാണ് ഈ കുത്തബ് മിനാർ ഈ അലാവുദ്ദീൻ ഖിൽജിയുടെ മിനാരത്തെ തോൽപ്പിച്ചു എന്നുള്ളതാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാവുന്നത്. അവിടെ അലൈ ദർവാസ എന്ന് പറഞ്ഞൊരു സംഭവമൊക്കെ പുള്ളി മനസ്സിൽ കണ്ടാണ് ചെയ്തത്, പക്ഷെ അത് നടന്നില്ല. എന്തായാലും അത് മെയിൻറ്റെയിൻ ചെയ്ത് ഇപ്പോഴും കൊണ്ടു പോകുന്നു എന്നുള്ളത് വലിയൊരു കാര്യം കേട്ടോ. വലിയൊരു അത്ഭുതം തന്നെയാണത് അന്നത്തെ കാലത്ത്. അത് 900 വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു നിർമ്മിതിയാണെന്ന് നോക്കണം. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ ഇത് ഗംഭീര ഒരു സൃഷ്ടിയാണ്, അതിഗംഭീരമാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ കുത്തബ് മിനാറൊക്കെ കണ്ടിട്ട് അതിൻ്റെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിനി പോകാൻ പോകുന്നത് രാജ്ഘട്ടിലേക്കാണ്. നമ്മുടെ മഹാത്മാവ് അവസാനം ഉറങ്ങുന്ന ആ മണ്ണിലേക്കാണ് ഞങ്ങളിനി പോകുന്നത്. അപ്പോൾ പിള്ളേരിവിടെ പുൽത്തകരി ഇതൊക്കെ കാരോട് ഓടിക്കളിച്ചിട്ട് തകർക്കുകയാണ്. എന്നാലും അവരിത് ഈ സ്ഥലം എൻജോയ് ചെയ്ത് ശരിക്കും അവർക്ക്, കാരണം ആരും ഇല്ല, തിരക്കില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ആശ്വാസം. അങ്ങനെ ഞങ്ങൾ ഇനി രാജ്ഘട്ടിലേക്ക്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് മഹാത്മാഗാന്ധിയുടെ സ്മൃതി കൊണ്ടുപോയിട്ട് കാണാം.